പുതിയ ഡിജിപി നിയമനവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് വെടിവെപ്പും ഇതൊക്കെ ചേർത്ത് വലിയ വിവാദങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു അഭിപ്രായം? എന്താണ്? അല്ല, അതിൽ DGP നിയമനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായും അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ലല്ലോ. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ നിന്ന് മാനദണ്ഡപ്രകാരം സംസ്ഥാന സർക്കാരിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല DGP നിയമനം. ചട്ടപ്രകാരം 10-30 വർഷക്കാലം സർവീസുള്ള IPS ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക UPSCക്ക് കേന്ദ്ര സർക്കാരിന് നൽകുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു പട്ടിക കേന്ദ്ര സർക്കാരിന് നൽകി. ആ പട്ടികയിൽ 6 പേരുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നൽകിയ പട്ടികയിൽ നിന്ന് 3 പേരുടെ പേര് വെട്ടി 3 പേരെയാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന് തിരിച്ചു നൽകിയിട്ടുള്ളത്. ആ 3 പേരിൽ ഏറ്റവും വിവിധ ഘടകങ്ങൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലേറ്റവും ഉചിതമായി, ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെയായിരിക്കും സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ DGP നിയമനത്തിൽ സംസ്ഥാനത്തിന് പരിമിതമായ അധികാരമാണുള്ളത്, സമ്പൂർണമായ അധികാരമില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരാളെയാണ് സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. പിന്നെ ഇതിൽ പറയുന്ന കാര്യം പിന്നെ ഇതിൽ നിങ്ങൾ പറയുന്ന കാര്യം കൂത്തുപറമ്പ് സംഭവമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ വന്നു കഴിഞ്ഞ കാര്യമാണ്, പുതിയ കാര്യമല്ല ഞാനിപ്പോൾ പറയുന്നത്. 1994 നവംബർ 25-നാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. നവംബർ 23-ാം തീയതിയാണ് അദ്ദേഹം കൂത്തുപറമ്പ് തലശ്ശേരി ASP ആയിട്ട് ചുമതലയേൽക്കുന്നത്. അങ്ങനെ ചുമതലയേറ്റ ഉടനെ തന്നെ എന്താണ് നാട്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയുന്നതിന് മുമ്പാണ് അദ്ദേഹം കൂത്തുപറമ്പിൽ എത്തിയിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടാവും, അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയത് ജസ്റ്റിസ് K. പത്മനാഭൻ നായർ കമ്മീഷനാണ്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഞാനിവിടെ വായിക്കുക. കമ്മീഷൻ എന്നുള്ള ഭാഗം ഞാൻ കോട്ട് ചെയ്യുകയാണ്. കൂത്തുപറമ്പിലുണ്ടായ വെടിവെപ്പിന്റെ മൂലകാരണം സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ DYSP ആയിരുന്ന ശ്രീ അബ്ദുൾ ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒഴിവാക്കാമായിരുന്ന ലാത്തിച്ചാർജാണ് വെടിവെപ്പിലേക്ക് വഴിവെച്ചത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കളക്ടറുമായിരുന്ന ശ്രീ TT ആന്റണിക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിൽ നേരിട്ട വീഴ്ചയും വെടിവെപ്പിൽ അവസാനിപ്പിക്കുകയും വെടിവെപ്പിൽ 5 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ട് ഹക്കീം ബത്തേരിയെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ പോലീസ് വെടിവെപ്പിന് ഉത്തരവാദിയായ വ്യക്തികൾ ആരാണ്, അന്വേഷണ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിലെ 3-ാമത്തെ ഐറ്റം അതായിരുന്നു. അതിലിങ്ങനെയാണ് പറയുന്നത്: മുൻ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ MV രാഘവൻ, അന്നത്തെ കണ്ണൂർ DYSP അബ്ദുൾ ഹക്കീം ബത്തേരി, മുൻ കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ TT ആന്റണി എന്നിവരാണ് പോലീസ് വെടിവെപ്പിന് ഉത്തരവാദികൾ എന്ന് കമ്മീഷൻ പറയുക. ഇത് പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ള ഭാഗമാണ് പറയുന്നത്. അതിൽ ശ്രീ രവത ചന്ദ്രശേഖര IPSനെതിരായിട്ട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് കമ്മീഷൻ എത്തിയിട്ടുള്ള നിഗമനം കൂടി ഞാനിവിടെ വായിക്കും. ASP കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഗമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. എത്രമാത്രം ഉത്തരവാദിയാണെന്ന കാര്യം ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു ജൂനിയർ IPS ഉദ്യോഗസ്ഥനായ AR ചന്ദ്രശേഖർ 1994 നവംബർ 23 വൈകുന്നേരം ആദ്യമായി തലശ്ശേരിയിൽ വരികയും ASPയെ ചാർജ് എടുക്കുകയും ചെയ്തു. കൂത്തുപറമ്പിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെക്കുറിച്ചോ സ്ഥിതിഗതികളെക്കുറിച്ചോ അദ്ദേഹത്തിന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. MV രാഘവൻ, DYSP അബ്ദുൽ ഹക്കീം ബത്തേരി, ഡെപ്യൂട്ടി കളക്ടർ TT ആന്റണി, ASP AR ചന്ദ്രശേഖർ എന്നിവർ ചേർന്ന് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചനയ്ക്ക് തെളിവായി രേഖകളൊന്നുമില്ല. മാത്രമല്ല, AR ചന്ദ്രശേഖർ ഈ സംഭവത്തിന് മുമ്പ് MV രാഘവനെ ബന്ധപ്പെടുകയോ കണ്ടതായോ പോലും പരാതിക്കാർ വാദിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് MV രാഘവനുമായി മുൻ പരിചയമുള്ളതായി തെളിയിക്കുന്ന രേഖകളും ഒന്നുമില്ല. തെളിവുകൾ കാണിക്കുന്നത് DYSP ഹക്കീം ബത്തേരിയും ഡെപ്യൂട്ടി കളക്ടർ TT ആന്റണിയുമാണ് പ്രകടനക്കാർക്ക് നേരെ ലാത്തിചാർജിനും വെടിവെപ്പിനും ഉത്തരവാദികൾ എന്നാണ്. തെളിവുകൾ കാണിക്കുന്നത് ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടിയല്ല ലാത്തിചാർജ് തുടക്കമിട്ടതെന്നും മറിച്ച് മന്ത്രിയുടെ എസ്കോർട്ടിലുള്ള DYSPയാണ് ലാത്തിചാർജ് തുടങ്ങിയതെന്നുമാണ്. എന്ന് പറഞ്ഞാൽ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ പറയുന്ന കാര്യം, അതായത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പറ്റാവുന്നവരെ ഹക്കീം ബത്തേരി തന്നെ റിക്രൂട്ട് ചെയ്ത് മന്ത്രിയുടെ കൂടെ ഒരു പ്രത്യേക സംഘത്തെ കൊണ്ടുവന്ന് ആ സംഘം അവിടെ എത്തിയ ഉടനെ തന്നെ ലാത്തിചാർജ് ആരംഭിക്കുക. അതിനെ തുടർന്നാണ് വെടിവെപ്പുണ്ടാകുന്നത്. ഇതിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വിധത്തിൽ ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട് പങ്കാളിയായി എന്ന് ഒരു വിധത്തിലും പറയാനും കഴിയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ഇടയായിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ കൂത്തുപറമ്പ് ഒരു പ്രതിഷേധം നടത്താനിടയായിട്ടുള്ള പ്രകോപനം നവംബർ 20 പരിയാരം മെഡിക്കൽ കോളേജിന്റെ OP ടിക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രി വന്നപ്പോൾ അതിനെതിരായ വിദ്യാർത്ഥികൾ, ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളായിരുന്നു അന്ന് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം നടത്തിയപ്പോൾ ഞങ്ങൾ 10-18 പേരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം ഭീകരമായി മർദ്ദിച്ചു. അതിനെ തുടർന്നാണ് ചില പ്രഖ്യാപനങ്ങളും, ആ പ്രഖ്യാപനത്തെ തുടർന്നാണ് കൂത്തുപറമ്പ് സമരം ഉൾപ്പെടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് ഇടയായിട്ടുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ലാത്തിചാർജ്, വിദ്യാർത്ഥി പ്രവർത്തകരെ ഭീകരമായി തല്ലിച്ചതച്ച സംഭവം, ആ സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് രവതാ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കേരളത്തിലേ ഇല്ല. അയാൾ സർവീസിൽ പ്രവേശിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ആ സ്ഥാനത്ത് സ്പോട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, അവരെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും വന്നിട്ടുണ്ടാവും. ആ ആക്ഷേപങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിലൊന്നും കഴമ്പില്ല എന്ന് ബന്ധപ്പെട്ട ഔദ്യോഗികമായി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പത്മനാഭൻ നായർ കമ്മീഷൻ വ്യക്തതയോടുകൂടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ശ്രീ രവതാ ചന്ദ്രശേഖരൻ അതിനുശേഷം സഹവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പത്തനംതിട്ട SP ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സഹവ് VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം വളരെ ഈ കാര്യത്തെ വെച്ചുകൊണ്ട് വിവാദം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഒരു വിവാദം ഉണ്ടാക്കേണ്ട ഒരു വാർത്തക്ക് പോലും പ്രസക്തിയില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിച്ച് കളയാമെന്നുള്ള ഒരു മനോഭാവത്തു നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഏറ്റവും ഒടുവിൽ എന്താണ് കൂത്തുപറമ്പ് ഉണ്ടായിട്ടുള്ള സമരത്തിന്റെ ലക്ഷ്യം? ആ ഘട്ടത്തിൽ സ്വാശ്രയ കോളേജുകൾ വ്യാപകമായി ആരംഭിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയാകെ സമ്പൂർണമായും സ്വകാര്യവൽക്കരിക്കുകയും കച്ചവടവൽക്കരിക്കുകയും ചെയ്യുന്ന നയമായിരുന്നു കേന്ദ്ര നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിന് ചെയ്യുന്നെന്താ? നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുക, സ്കൂളുകളും കോളേജുകളുമെല്ലാം, നമ്മുടെ സർവകലാശാലകളെ ദുർബലപ്പെടുത്തുക, സർക്കാർ എയ്ഡഡ് കോളേജുകളെ ദുർബലപ്പെടുത്തുക, അധ്യാപക നിയമനം പോലും നടത്താതിരിക്കുക, എന്നിട്ട് വ്യാപകമായി അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ കോളേജുകൾ ആരംഭിക്കാൻ വേണ്ടി അനുമതി നൽകുക, ഗവൺമെന്റ് കോളേജുകളിൽ ഉൾപ്പെടെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ തുടങ്ങുക. അങ്ങനെ ഒരു ഭാഗത്ത് സ്വകാര്യവൽക്കരണ നയങ്ങളും അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതോടൊപ്പം പുതിയതായി ആരംഭിക്കുന്ന സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ മാത്രം മതി എന്നുള്ള നിലപാടുമായി മുമ്പോട്ട് പോയപ്പോഴാണ്
കേരളത്തിലെ വിദ്യാർത്ഥികൾ ശക്തമായുള്ള പ്രക്ഷോഭത്തിൽ വന്നത്. ആ പ്രക്ഷോഭത്തിൻ്റെ കൂടെയാണ് ഡിവൈഎഫ്ഐയും ചേർന്നത്. അങ്ങനെയാണ് കൂത്തുപറമ്പ് സംഭവം ഉണ്ടായിട്ടുള്ളത്. കൂത്തുപറമ്പ് സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളോ ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമല്ല, രണ്ട് നയങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, സമരമാണ്. ആ നയങ്ങൾ തമ്മിലുള്ള സമരത്തിൽ ഏത് നയമാണ് വിജയിച്ചത്? കൂത്തുപറമ്പ് സമരം ഒരു വിജയിച്ച സമരമാണ്. അങ്ങനെ വിജയിച്ചത് കൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായിട്ടുള്ള നയമാറ്റം ഉണ്ടായിട്ടുള്ളത്. ആ നയമാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്ത് തന്നെ 10 ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ കേരള ഉൾപ്പെടെയുള്ള MG ഉൾപ്പെടെയുള്ള കുസാറ്റ് ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ 10 സർവകലാശാലകളിൽ ഇടം പിടിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് മികവിൻ്റെ കേന്ദ്രമായി മാറിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയാകെ കച്ചവടവൽക്കരിക്കുന്ന നയത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമായിരുന്നു കൂത്തുപറമ്പ് പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ ഫലമായി വിദ്യാഭ്യാസ മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സർക്കാർ തുടർന്ന് അധികാരത്തിൽ വന്നു. ആ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഫലമായി വിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണ്ണമായ മാറ്റം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂത്തുപറമ്പ് പ്രക്ഷോഭം എന്ന് പറയുന്നത് പരിപൂർണമായ വിജയം വരിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ആ രക്തസാക്ഷിത്വം എക്കാലവും ഓർമ്മിക്കുന്ന രക്തസാക്ഷിത്വമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ ശക്തിപ്പെട്ട് നിൽക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കും.